സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലൂൺ ടിവിയും ചേർന്ന് നടത്തുന്ന പ്രോഗ്രാമാണ് സി കാറ്റ്. ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാംപ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഉന്നയിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിന് തുടർച്ചയെന്നോണം പൗരോഹിത്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ കുദാശയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി നമുക്ക് പരിശ്രമിക്കാം. പിതാവേ, പുരോഹിതരായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ബ്രഹ്മചര്യ ജീവിതം നയിക്കണമെന്നാണല്ലോ കത്തോലിക്ക സഭ അനുശാസിക്കുന്നത്. എന്നാൽ മറ്റു ചില സഭകളിൽ പുരോഹിതർക്ക് വിവാഹജീവിതം അനുവദനീയമാണ്. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ബ്രഹ്മചര്യ ജീവിതം നിഷ്കർഷിക്കുന്നത്? ഇതിന് ദൈവിക വെളിപാടുകളുടെ അടിസ്ഥാനമുണ്ടോ? ടീച്ചറിന്റെ പേരെന്നാ? ഓമന. ഓമന ടീച്ചർ എന്നാൽ ചോദിച്ച ചോദ്യം അത്ര ഓമനത്തുള്ളൊരു ചോദ്യമല്ല അല്ലേ? അതായത് ടീച്ചർ പറഞ്ഞത് എന്താണ്? ബ്രഹ്മചര്യം. ഞങ്ങൾ ബ്രഹ്മചാരികളായി ജീവിക്കുന്നതിൽ ടീച്ചർക്ക് അസൂയുണ്ട് അല്ലേ? പല സഭകളിലും ടീച്ചർ ഈ കത്തോലിക്ക സഭ ആരെയും ബ്രഹ്മചര്യം അടിച്ചേൽപ്പിച്ചിട്ടില്ല. കത്തോലിക്ക സഭയിൽ 24 സഭകളുണ്ട്. അതിൽ 20ഓളം സഭകൾ വിവാഹിതരായ വൈദികരെ അനുവദിക്കുന്ന സഭകളാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് കത്തോലിക്ക സഭയിൽ മുഴുവനും ബ്രഹ്മചാരികളായ വൈദികർ മാത്രമേ ഉള്ളൂ. ഇല്ല, കത്തോലിക്ക സഭയിൽ മൃഗീയ ഭൂരിപക്ഷമുള്ള ലത്തീൻ സഭ ബ്രഹ്മചര്യം പാലിക്കുന്നു. നമ്മൾ ഈ കേരളത്തിലുള്ളവരിൽ നമ്മൾ കേരളത്തിലെ വിശ്വാസികളെ നോക്കിയാൽ ലത്തീൻ സഭ, സീറോ മലങ്കര, സീറോ മലബാർ സഭ ഇവയൊക്കെയും യഥാർത്ഥത്തിൽ ഈ ബ്രഹ്മചര്യം പാലിക്കുന്ന പൗരോഹിത്യത്തിൻ്റേതാണ്. പൗരസ്ത്യ സഭകളിൽ മറ്റ് വലിയൊരു പങ്കും വിവാഹ ജീവിതം നയിക്കുന്ന വൈദികരാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് കത്തോലിക്ക സഭയുടേതെന്നോ അന്യസഭയുടേതെന്നോ പറഞ്ഞ് വേർതിരിക്കുന്ന കാര്യമില്ല. മറിച്ച് പൗരോഹിത്യം, ബ്രഹ്മചര്യം ഇവ തമ്മിലുള്ള പാരസ്പര്യത്തെക്കുറിച്ചാണ് ടീച്ചർ ചോദിക്കുന്നത്. ഇതിന് അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനം പൗരോഹിത്യത്തിൻ്റെ മുഴുവനും അടിസ്ഥാനം ആരാണ്? ഈശോ മിശിഹായാണ് അല്ലേ? ഈശോ മിശിഹ കല്യാണം കഴിച്ചിരുന്നോ ഇല്ലയോ ഓമന ടീച്ചറെ? ഇല്ല. അതെന്നാ ടീച്ചർ അത്ര ഉറപ്പിച്ച് പറയുന്നത്? ചിലർ വാദിക്കാറുണ്ട് ഈശോയുടെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, ഈശോ കഴിച്ച് കാണുമായിരിക്കും എന്ന് പറയുന്നത്. ഈശോ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് നമുക്ക് അറിവുള്ളതാണ് അല്ലേ? കാരണം ഈശോയുടെ പൗരോഹിത്യം ആണ് യഥാർത്ഥ പൗരോഹിത്യം. ഈശോ വിവാഹം കഴിക്കാത്തത് കൊണ്ട് വൈദികർ, ഈശോയെ പ്രതിനിധാനം ചെയ്യുന്നവർ വിവാഹം കഴിക്കുന്നില്ല. എല്ലാ സഭകളിലും അകത്തോലിക്ക സഭകളിലടക്കം വൈദികർ വിവാഹം ചെയ്യുന്നില്ല. അതേസമയം വിവാഹിതർക്ക് വൈദികരാകാം. അതാണ് അതിൻ്റെ നിബന്ധന. പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നതിന് മുൻപാണ് അവർ വിവാഹം കഴിക്കുന്നത്. പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പാടില്ല? വിവാഹം പാടില്ല എന്നാണ് നിയമം. അത് കത്തോലിക്ക സഭകൾ, പൗരസ്ത്യ കത്തോലിക്ക സഭകളും അതുപോലെ അകത്തോലിക്ക സഭകളും പാലിക്കുന്ന ഒരു മാനദണ്ഡമാണ്.
പൗരോഹിത്യത്തെ വിവാഹവുമായി കൂട്ടിക്കുഴയ്ക്കാൻ ആരും ഉദ്ദേശിക്കുന്നില്ല. അതേസമയം പൗരോഹിത്യം സ്വീകരിക്കുന്നതിന് മുൻപ് വിവാഹം കഴിച്ചിട്ടുള്ളവർക്ക് പൗരോഹിത്യം സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്ന സഭകളിൽ പോലും നമുക്കറിയാം, കേരളത്തിലെ തന്നെ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ, അവരാണ് മറ്റൊരു പ്രബല അപ്പസ്തോലിക സമൂഹം ഇവിടുത്തെ. അവിടെ പോലും പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ മെത്രാൻ പദവി സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? അവർ അവിവാഹിതരായിരിക്കണം, ബ്രഹ്മചാരികളായ സന്യാസികളായിരിക്കണം എന്ന് നിയമമുണ്ട്. അതുകൊണ്ട് വിവാഹം അനുവദിക്കുന്ന സഭകൾ പോലും പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയെ, ഒന്ന്, പൗരോഹിത്യം സ്വീകരിച്ചു കഴിഞ്ഞാൽ വിവാഹം ചെയ്യരുത് എന്നവർ നിബന്ധനയുണ്ടാക്കി. രണ്ട്, പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയായ മെത്രാൻ പദവി സ്വീകരിക്കണമെങ്കിൽ ആ വ്യക്തി ബ്രഹ്മചാരി ആയിരിക്കണം എന്ന് നിയമം ഉണ്ട് താനും, അല്ലേ? അതുകൊണ്ട് പൗരോഹിത്യവും ബ്രഹ്മചര്യവും തമ്മിലുള്ള പാരസ്പര്യം അത് ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് സഭ അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നത്. ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരാക്കുന്നവരുണ്ട് എന്ന് ഈശോ പറഞ്ഞു, അല്ലേ? ദൈവരാജ്യത്തെ പ്രതി ഷണ്ഡന്മാരായവരാണ്. അവർക്ക് കഴിവുകളില്ലാഞ്ഞിട്ടല്ല, വിവാഹം കഴിക്കാനുള്ള കഴിവുകൾ അവർക്കില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അത് വേണ്ട എന്ന് അവർ വച്ചു എന്നാണ് ബ്രഹ്മചര്യത്തെ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം പിതാവിനോട് ചേർന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലും പറയുന്നുണ്ടല്ലോ മെത്രാന്മാർ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണമെന്ന്. അതിനെക്കുറിച്ചും കൂടി ഒരു വിശദീകരണം കൊടുക്കുന്നത് നല്ലതായിരിക്കും. യെസ്, പൗലോസ്ലീഹ തിമോത്തിക്ക് ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് മെത്രാൻ ഏക ഭാര്യയുടെ ഭർത്താവാകണം എന്നാണ്, അല്ലേ? യെസ്, മെത്രാനായ എന്നോട് എൻ്റെ രൂപതയിലെ അച്ഛൻ തന്നെ ഈ ചോദ്യം ചോദിച്ചത് ഒരു കടുങ്കൈയായിട്ട് ഞാൻ കരുതുന്നു. അതായത് മെത്രാൻ ഏക ഭാര്യയുടെ ഭർത്താവാകണം എന്നുള്ള ഈ തിമോത്തിയുടെ ഉപദേശത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കും. ഒന്ന്, തിമോത്തി എന്ന മെത്രാന് ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കും. അതിനുള്ള സാധ്യതകളാണ് കൂടുതൽ. കാരണം എന്താണ്? പൗലോസ്ലീഹ തിമോത്തിയോസിനെ മാനസാന്തരപ്പെടുത്തി ഇന്ന കാലത്ത് ഈശോ മരിച്ചു കഴിഞ്ഞൊരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം എന്ന് വിചാരിക്കണം. അന്ന് മാമോദീസ സ്വീകരിക്കുന്നവര് കുടുംബജീവിതം നയിച്ച, വിവാഹ ജീവിതം കഴിച്ചിട്ടുള്ള വ്യക്തികളാണ് മാമോദീസ സ്വീകരിക്കുക. അവരിൽ നിന്നാണ് പൗരോഹിത്യം സ്വീകരിക്കുക. പത്രോസ്, ഈശോ വിളിക്കുമ്പോൾ പത്രോസിന് ഭാര്യയുണ്ട്, പിള്ളേരുമുണ്ട്, പോരാത്തതിന് ഒരു അമ്മായിമ്മയുണ്ട്, അല്ലേ? പനി പിടിച്ചൊരു അമ്മായി. അതിൻ്റെ പേരെന്നായിരുന്നു? കലശല എന്നായിരുന്നു അമ്മായിമ്മയുടെ പേരെന്നാണ് ഒരു കൊച്ച് പറഞ്ഞു. കലശലായ പനി എന്നൊരു പേരുണ്ടല്ലോ, അതുകൊണ്ട് അമ്മായിമ്മയുടെ പേര് കലശല എന്നാണ് ഒരു കൊച്ച് വേദപാഠ ക്ലാസ്സിൽ പറഞ്ഞു. എന്തേലും ആട്ടെ, പേരെന്തേലും ആട്ടെ, അമ്മായിമ്മ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്, അല്ലേ? ഈ അമ്മായിയമ്മ എന്തുകൊണ്ടാണ്? ആ സമയത്ത് യഹൂദ പുരുഷന്മാരെല്ലാം 18-ാം വയസ്സിൽ കല്യാണം കഴിക്കും. അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന അവർക്ക് അചിന്ത്യമാണ്. അവനെന്തോ നോർമൽ അല്ല എന്നർത്ഥം. ഈ 18 വയസ്സുണ്ടായിരുന്ന ഈശോ മിശിഹ 18 വയസ്സിൽ കല്യാണം കഴിക്കേണ്ട ഈശോ മിശിഹ 33 വയസ്സായിട്ടും കല്യാണം കഴിക്കാതെ ഇരുന്നു എങ്കിൽ അവൻ ആ ബ്രഹ്മചര്യത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഇനി നമ്മൾ തിമോത്തിയോസിൻ്റെ കാര്യത്തിലേക്ക് വരുന്നു. തിമോത്തിയോസ് പ്രായം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ വിവാഹപ്രായം കഴിഞ്ഞ് കുടുംബജീവിതത്തിലായിരുന്ന ഭാര്യയും മക്കളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയെയാകാം പൗലോസ്ലീഹ സ്നാനപ്പെടുത്തി വിശ്വാസിയാക്കി. ഒരുപക്ഷെ ആദിമസഭയിലെ ആദ്യ തലമുറ മുഴുവനും ഇപ്രകാരമുള്ളവരേ ഉള്ളൂ. കൊച്ചു പിള്ളേരെ പിടിച്ച് അച്ഛനാക്കാൻ പറ്റിയല്ലോ. അവിടെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ വിവാഹിതർ തന്നെ വേണം. പക്ഷേ അവിടെയും പൗലോസ് ഒരു നിർദ്ദേശം വെച്ചു. വഴിയെ പോകുന്ന എല്ലാത്തിനെയും ഭാര്യമാരാക്കി. അത് ബഹുഭാര്യാത്വം സർവ്വസ്വാതന്ത്ര്യത്തോടെ അനുഷ്ഠിച്ചിരുന്ന കാലമാണത്. യഹൂദ പുരുഷന്മാർ 7 വരെയും കല്യാണം കഴിക്കുമായിരുന്നു, അല്ലേ? ശരിത്ത് അത് കേട്ട് ഞെട്ടേണ്ട കാര്യമില്ല. ഒന്ന് കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ട് അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് 7 പേരെ കല്യാണം കഴിച്ചു. വിജാതിയുടെ ഇടയിൽ അത്രയും പോലും നിയന്ത്രണമില്ല, എത്ര വേണേലും കല്യാണം കഴിക്കും.
അങ്ങനെ ഇരുന്ന ആ കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ ഈ പൗലോസ്ലീഹ പറയുക, മെത്രാൻ ഏകഭാര്യയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ അവൻ ഈ ലൈംഗിക ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ എന്തായിരിക്കണം? നിയന്ത്രണം പാലിക്കുന്നവനായിരിക്കണം എന്നൊരു നിർദ്ദേശമായി അതിനെ മനസ്സിലാക്കാം. ഇനി മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് മെത്രാൻ ഏകഭാര്യയുടെ ഭർത്താവാണ്. ഇത് എഴുതുന്നത് പൗലോസ്ലീഹയാണ് എഴുതുന്നത്. പൗലോസ്ലീഹ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ വിവാഹമായിട്ടാണ് കരുതുക, അല്ലേ? ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തിരുസഭയെ വിവാഹം ചെയ്യുന്ന വ്യക്തിയാണ് ആര്? മെത്രാൻ. മെത്രാൻ സഭയെ വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മെത്രാന്മാരുടെ കയ്യെ മോതിരമുള്ളത്. ഇതൊരു വിവാഹ മോതിരം തന്നെയാണ്. മെത്രാൻ സഭയെ വിവാഹം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ മെത്രാൻ്റെ ഭാര്യ ആരാണ്? സഭയാണ്. മെത്രാൻ ഏകഭാര്യയുടെ ഭർത്താവാകണം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന എന്താകാം? മെത്രാന് സഭയല്ലാതെ മറ്റൊരു ഭാര്യ ഉണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തിലും അതിനെ മനസ്സിലാക്കാം. ബ്രഹ്മചര്യത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ ഇതിലൂടെ നമുക്ക് ലഭിച്ചു. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, സാറിൻ്റെ പേര് ഒന്ന് പറയാമോ? എൻ്റെ പേര് ബെന്നി എന്നാണ്. പിതാവേ, കത്തോലിക്ക സഭയ്ക്ക് പുറത്തുള്ള സഭയിൽപ്പെട്ട ഏതെങ്കിലും ഒരു വൈദികൻ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരികയാണെങ്കിൽ വീണ്ടും തിരുപ്പട്ടം സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് വ്യക്തമാകാമോ? യെസ്, കത്തോലിക്ക കൂട്ടായ്മയ്ക്ക് വെളിയിലുള്ളൊരു വൈദികൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ പൗരോഹിത്യം അതേപടി അംഗീകരിച്ച് കത്തോലിക്ക പൗരോഹിത്യമായി സ്വീകരിക്കുമോ എന്ന് ചോദിച്ചാൽ വരുന്ന സഭകളുടെ പ്രത്യേകത അനുസരിച്ചിരിക്കും. ആ സഭ ശ്ലൈഹിക പാരമ്പര്യം ഉള്ള സഭയാണ് എങ്കിൽ ആ പൗരോഹിത്യത്തെ കത്തോലിക്ക സഭ അംഗീകരിക്കും. നമ്മൾ വിശ്വസിക്കുന്നത് കൈവെപ്പ് ശുശ്രൂഷകളിലൂടെ അനസ്യൂതം നൽകപ്പെടുന്ന വരപ്രസാദത്തിൻ്റെ തുടർച്ച അവിടെ ഉണ്ടായിരിക്കണം. ഇതാണ് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കത്തോലിക്ക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഈശോ മിശിഹ 12 അപ്പസ്തോലന്മാരുടെ ശിരസിൽ കൈവച്ചു. ആ 12 അപ്പസ്തോലന്മാർ തെരഞ്ഞെടുത്ത് കൈവച്ച് മെത്രാന്മാരാക്കിയവർ, അവർ കൈവച്ചവരായിരിക്കണം തുടർന്നുള്ള പുരോഹിതർ. അവരിൽ നിന്ന് മെത്രാന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരായിരിക്കണം കൈവച്ചത്. അതായത് ഈ കൈവെപ്പ് ശുശ്രൂഷയുടെ ഘടന, ഈ കൈവെപ്പ് ശുശ്രൂഷയുടെ അനുസ്യൂതമായ ആ തുടർച്ച അവിടെ ഉണ്ടായിരിക്കും. മുറിഞ്ഞു പോകാൻ പാടില്ല. മധ്യകാല ചിന്തകന്മാർ അതിനെ പൈപ്പ് ലൈൻ തിയറി എന്ന് വരെയും വിളിക്കുമായിരുന്നു. അതായത് ഒരു പൈപ്പ് ലൈൻ എവിടെയെങ്കിലും മുറിഞ്ഞു പോയാൽ പിന്നെ പൈപ്പിൻ്റെ അറ്റത്ത് വെള്ളം കിട്ടുമോ? ഇല്ലേ? നിങ്ങൾ മലയിൽ നിന്ന് ഓസിട്ട് വെള്ളം എടുക്കുന്ന വീട്ടുകാരെയാണ്. തോമാവരത്തൊക്കെ ഓസിട്ട് വെള്ളം എടുക്കുന്നവർ. ഓസില്ല അവിടെ. ഓസിൽ ചില മലമുകളിലൊക്കെ ഉണ്ട്. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയാണ്. ഓസിൽ നിന്ന് മലയിൽ നിന്ന് എവിടെയെങ്കിലും വെള്ളം, ഓസിൻ്റെ അറ്റം എവിടെയെങ്കിലും മുറിഞ്ഞു പോയി എന്ന് വിചാരിക്കും. ഇവിടെ വന്നാലോ, ഇവിടെ നമ്മളിവിടുന്ന് വലിച്ചാലും നമ്മുടെ കാറ്റ് പോകുന്നല്ലാതെ വെള്ളം വരികയാണ്. കാരണം പിന്നെ അതിൻ്റെ ഓസിൻ്റെ പുറകെ നടന്ന് നോക്കുമ്പോഴാണ് എവിടെയോ വെച്ച് അതിൻ്റെ ഏപ്പ് വിട്ടുപോയി ഓസിൽ നിന്ന് വെള്ളം അവിടെ വീണ് പോകും. ഇതാണ് സംഭവം. സഭയിലെ ഈ ഒരു ശുശ്രൂഷയെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കണം. ഈശോ കൈവച്ച അപ്പസ്തോലന്മാർ, അവർ കൈവച്ച ശിഷ്യന്മാർ, അവർ കൈവച്ച ശിഷ്യന്മാർ, അങ്ങനെ ഒരിക്കലും അണമുറിയാത്ത ആ ഒരു ശുശ്രൂഷ പൗരോഹിത്യം അവിടെ ഉണ്ടാകും. പത്രോസ് കൈവച്ച ശിഷ്യന്മാർ, പത്രോസിൻ്റെ ശിഷ്യന്മാർ, അവരാണ് മെത്രാന്മാർ. അവരുടെ കൈവെപ്പിലൂടെ മെത്രാന്മാരായവരായിരിക്കും. അങ്ങനെ വന്ന് എവിടെയെങ്കിലും ഇത് മുറിഞ്ഞു പോയെങ്കിൽ പിന്നീട് ആ സഭയെ ശ്ലൈഹിക സഭയായി നമ്മൾ കരുതുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ശ്ലൈഹിക പാരമ്പര്യം ശരിയാം വിധത്തിൽ ഒരു സഭയിൽ നിലവിലുണ്ടോ എന്നതിനെ മാനദണ്ഡമാക്കിക്കൊണ്ടാണ് നമ്മൾ അത് സ്വീകരിക്കുക. പല സഭകളിലും ഇപ്രകാരം പൗരോഹിത്യത്തെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണം 1930 സീറോ മലങ്കര സഭ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ അവിടെ ആ കൂട്ടായ്മയിലെ വൈദികരെ എല്ലാം ശുദ്ധമാന കത്തോലിക്ക സഭ എന്തായി? സഭയിലെ വൈദികരായിട്ട് തന്നെയാണ് അംഗീകരിച്ചത്.
നമുക്കറിയാം ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് ഒട്ടനവധി വൈദികർ ഈ അടുത്ത കാലങ്ങളിൽ കത്തോലിക്ക സഭയിലേക്ക് വരുന്നുണ്ട്. അവരെയും ലത്തീൻ സഭയിലെ മറ്റേതൊരു വൈദികൻ്റെയും നിലയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവരിൽ പലരും വിവാഹിതരാണ്, കുടുംബമുള്ളവരാണ്, മക്കളുണ്ട്. അവരെ എല്ലാവരെയും കൂടിയാണ് സഭ അംഗീകരിച്ച് കത്തോലിക്ക പുരോഹിതരായി അവരെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഈ സഭയ്ക്ക് അവരുടെ സഭകളെ ചെറുതാക്കണമെന്നോ നിങ്ങളുടെ പൗരോഹിത്യത്തിന് വിലയില്ല എന്ന് പറയുന്ന രീതി കത്തോലിക്ക സഭയ്ക്കില്ല. മറിച്ച് സഭ ഒരു കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, ശ്ലൈഹിക പിന്തുടർച്ച അനുസ്യൂതം തുടർന്ന ഒരു സഭയാണോ അത് എന്നത് മാത്രം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ, നിഷ ടീച്ചറാണ്. ടീച്ചറുടെ ചോദ്യം എന്താണ്? പിതാവേ, തിരുപ്പട്ടം മാമോദീസ പോലെ ആത്മീയമായി മായാത്ത മുദ്ര പതിപ്പിക്കുന്ന ഒരു കൂദാശയാണെന്ന് പറയപ്പെടുന്നു. ഇതൊന്ന് വിശദീകരിക്കാമോ? അതേപോലെ തന്നെ ഒരു പുരോഹിതൻ ഏതെങ്കിലും കാരണവശാൽ പൗരോഹിത്യം ഉപേക്ഷിച്ചാൽ ആ വ്യക്തിയിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരവും അവകാശവും നിലനിൽക്കുമോ? ഒന്ന് വിശദീകരിക്കാം. യെസ്, ഷിജി ടീച്ചർ. നിഷ. നിഷ ടീച്ചർ അല്ലേ? നിഷ ടീച്ചറിൻ്റെ ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. പൗരോഹിത്യം മായാത്ത മുദ്ര പതിക്കുന്ന കൂദാശയാണ്. മായാത്ത മുദ്ര പതിക്കുന്ന കൂദാശ, ഇൻഡിലയബിൾ ക്യാരക്ടർ എന്ന് പറയുന്നു. അങ്ങനത്തെ എത്ര കൂദാശകളുണ്ടാകാം? ഏതൊക്കെ കൂദാശയ്ക്കാണ് മായാത്ത മുദ്രയുള്ളത്? മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. രോഗീലേപനം പലവട്ടം സ്വീകരിക്കാം. വിവാഹത്തിന് മായാത്ത മുദ്രയുണ്ടോ? ഇല്ല. വിവാഹത്തിൻ്റെ മുദ്ര മായാം എപ്പോഴാ? പിരിയുമ്പോഴല്ല, ജീവിത പങ്കാളി മരിച്ചു പിരിയുമ്പോൾ. അടിച്ച് പിരിയുമ്പോൾ മായാത്ത മുദ്ര മാറുന്നില്ല. അതേസമയം മരിച്ച് പിരിയുമ്പോൾ എന്ത് പറ്റും? ആ മുദ്രമായും അവർക്ക് രണ്ടാം വിവാഹം സഭയിൽ നടത്താം. അതുകൊണ്ടാണ് അത് മായാത്ത മുദ്രയില്ല എന്ന് പറയുന്നത്. അതേസമയം ഈ പൗരോഹിത്യം, മാമോദീസ, സ്ഥൈര്യലേപനം മായാത്ത മുദ്ര എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അർത്ഥം അത് ആവർത്തിക്കാൻ പാടില്ലാത്ത കൂദാശയാണ്. ഒരിക്കൽ പൗരോഹിത്യം സ്വീകരിച്ച ആൾ അത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു രൂപതയിൽ പോയി പൗരോഹിത്യം സ്വീകരിക്കരുത്. അത് തെറ്റാണ്. മാമോദീസായി അതുപോലെ ആവർത്തിക്കരുത്. ഇനി വീട്ടു മാമോദീസ കൊടുത്തു, എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ട്, എനിക്ക് മാമോദീസ കൊടുത്തായിരുന്നു എന്നറിയത്തില്ല, അന്നേരത്തെ വെപ്രാളത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചായിരുന്നു എന്നൊക്കെ അമ്മമാർ പറഞ്ഞ് അത് കണ്ടീഷണൽ ബാപ്റ്റിസം. അന്ന് മാമോദീസ കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഇത് മാമോദീസയായി സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാണ് അപ്പോൾ വൈദികൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഇത് മായാത്ത മുദ്രയുള്ള കൂദാശയാണ്. ഇവൻ എന്നേക്കും പുരോഹിതനാണ്, എന്നേക്കും അവൻ ഈശോയുടെ വിശ്വാസിയാണ്, മാമോദീസ സ്വീകരിച്ചവൻ. എന്നേക്കും അവൻ പരിശുദ്ധാത്മാവിനാൽ സ്ഥിരീകരിക്കപ്പെട്ടവനാണ്. അതാണ് മായാത്ത മുദ്ര എന്ന് പറയുമ്പോൾ അർത്ഥം. മായാത്ത മുദ്രയായതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ആ പുരോഹിതനിൽ ഉണ്ട്. ആ വ്യക്തിയെ മെത്രാൻ വിലക്കിയിട്ടുള്ള, പൗരോഹിത്യം എപ്പോഴും മെത്രാൻ്റെ അധികാരത്തിൽ, അല്ലെങ്കിൽ ഒരു സന്യാസഭയാണെങ്കിൽ ആ സഭയുടെ മേലധികാരിയുടെ നിയന്ത്രണത്തിലാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. ഒരു പുരോഹിതനും ഒറ്റയ്ക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നില്ല, അയാൾ സഭയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ട് സഭയുടെ അധികാരി പറയുന്നതിനനുസരിച്ചാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത്. മെത്രാൻ അദ്ദേഹത്തെ കുർബാന ചെല്ലുന്നതിൽ നിന്ന് മുടക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുർബാന ചെല്ലാൻ പാടില്ല. കുമ്പസാരിപ്പിക്കുന്നതിൽ നിന്ന് മുടക്കിയിട്ടുള്ളതിനാൽ അദ്ദേഹം കുമ്പസാരിപ്പിക്കാൻ പാടില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് കുമ്പസാരിപ്പിക്കാനോ കുർബാന ചെല്ലാനോ ഉള്ള ആ ദൈവദത്തമായ അധികാരം നഷ്ടമായി എന്നല്ല, അത് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അത് മുടക്കിയിരിക്കുന്നു എന്നുള്ളൂ, തടയപ്പെട്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ സഭയുടെ കാനൻ നിയമം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇൻ ദ ഈവൻ്റ് ഓഫ് ദ ഡേഞ്ചർ ഓഫ് ഡെത്ത്, മരണകരമായ സാഹചര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ തുടങ്ങും, വികാരിച്ചെന്നെ വിളിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് 1 മണിക്കൂർ എടുക്കും. അതേസമയം അയലോക്കത്തെ വീട്ടിൽ ഒരു ചേട്ടൻ ഓടി വന്നു, അയാൾ പണ്ട് അച്ഛനായിരുന്നു,
ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്ന ആളാണ്, ഭാര്യയുണ്ട്, 2-3 പിള്ളേരുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യാം. എന്താണ്? ആ വ്യക്തിക്ക് അന്തിമ ആശീർവാദം കൊടുക്കാം. പാപമോചനത്തിൻ്റെ, കുമ്പസാരത്തിൻ്റെ ആശീർവാദമാണ്. ആ ആശീർവാദം കൊടുക്കാൻ ആ വ്യക്തിക്ക് അടിയന്തര സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുമ്പസാരം കേട്ട് പാപമോചനം നടത്തണമെങ്കിൽ അത് ചെയ്യാം. അതല്ല എങ്കിൽ അടച്ചൊപ്രശിമ എന്ന് പറഞ്ഞ് വൈദികൻ, ഇപ്പോൾ പാപം ഏറ്റു പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അറ്റാക്ക് വന്ന ആൾ സിങ്കിങ് സ്റ്റേജിലാണ്, അവിടെ പാപം ഏറ്റു പറയാനുള്ള അവസരമില്ല. ആ സമയത്ത് ആ വ്യക്തിക്ക് ആ അടച്ചൊപ്രശിമ അഥവാ അന്തിമ ആശീർവാദം, പാപമോചന ആശീർവാദം കൊടുക്കാം. അത് ഒരു വികാരിച്ചൻ വന്നു കൊടുത്തതിന് തുല്യമായ ശുശ്രൂഷയായിട്ട് തിരുസഭ പരിഗണിക്കുന്നു. അദ്ദേഹത്തിന് ഈ കാര്യം ചെയ്യാൻ നിയമപരമായി സാധാരണഗതിയിൽ അനുവാദമില്ല. പക്ഷേ ഈ ഡേഞ്ചർ ഓഫ് ഡെത്തിൽ, അതായത് മരണകരമായ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ അധികാരം വിനിയോഗിക്കാമെന്നും വിനിയോഗിക്കണം എന്നുമാണ് തിരുസഭയുടെ കാനൻ നിയമം നൽകുന്ന നിർദ്ദേശം. പിതാവെ, വളരെ അപൂർവമായിട്ടെങ്കിലും പൗരോഹിത്യം ഉപേക്ഷിച്ച് വിവാഹം കഴിച്ചിട്ടുള്ളവരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരവും അവകാശവും നിലനിൽക്കൂ? ഒന്ന് വിശദീകരിക്കൂ. അധികാരം അവകാശവും ഉണ്ട് അവരിൽ. അവരത് പ്രയോഗിക്കരുത് എന്നാണ് അവർക്ക് ഉള്ള നിർദ്ദേശം. അവർ പുരോഹിതർ തന്നെയാണ്. പൗരോഹിത്യത്തിൻ്റെ അധികാരവും അവകാശവും അവരിൽ ഉണ്ട്. പക്ഷേ ആ അധികാരം അവർ വിനിയോഗിക്കാൻ പാടില്ല. വിനിയോഗിക്കാൻ അനുവാദമുള്ള എവിടെ മാത്രമാണ്? മരണകരമായ സാഹചര്യങ്ങളിൽ മാത്രം. എനിക്ക് തോന്നുന്നു അത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അറിവാണ്. തീർച്ചയായിട്ടും അത് ദൈവഹിത പ്രകാരം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ചോദിച്ചോളൂ. പിതാവേ, ആദ്യമേ പറഞ്ഞ ഒരാശയമായി ബന്ധപ്പെട്ടാണ് എൻ്റെ സംശയം. പ്രധാനമായും പിശാചിനെ പിടിക്കുക, ബഹിഷ്കരിക്കുക. തിരുപ്പട്ട സ്വീകരണത്തിൽ പുരോഹിതന് മെത്രാൻ്റെ കയ്യൊപ്പ് വഴി എല്ലാ ശുശ്രൂഷകളും ചെയ്യാനുള്ള അനുഗ്രഹം ലഭിക്കുകയുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സഭയിൽ ചില വൈദികർക്ക് മാത്രം പ്രത്യേകമായ വിധം ഈ ഡെലിവറൻസ് ഇതിനുള്ള അധികാരം നൽകപ്പെടുന്നത്? എല്ലാ വൈദികർക്കും പിശാചിനെ പിടിക്കാവുന്നതാണ്. കാരണം എന്താണ്? പാപം മോചിക്കാനുള്ള അധികാരത്തിൽ എന്തുകൊണ്ട്? പിശാചിനെ ബന്ധിക്കാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് എല്ലാ വൈദികർക്കും പിശാചിനെ ബഹിഷ്കരിക്കാവുന്നതാണ്. പക്ഷേ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്, ചില കർക്കശമായ ജീവിത ശൈലികൾ ആ വൈദികൻ പാലിക്കണം. വിശുദ്ധിയോടെ ജീവിക്കണം, അതുപോലെ തന്നെ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ പിശാചി ബഹിഷ്കരണം ശുശ്രൂഷ എന്ന് പറയുന്നത് വലിയ ഉത്തരവാദിത്തമാണ് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം. വേണ്ടത്ര ഒരുക്കത്തോടെ, തീഷ്ണതയോടെ, തീവ്രതയോടെ ചെയ്യാൻ എല്ലാവർക്കും ഒരുപക്ഷെ സമയവും സാഹചര്യവും അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് ചിലരെ പ്രത്യേകമായി ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞാൽ മാത്രമേ പിശാച് കേൾക്കുള്ളൂ എന്നൊരർത്ഥത്തിൽ വേണ്ട. പൗരോഹിത്യത്തിൻ്റെ അധികാരമാണ് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള അധികാരം എന്ന് മനസ്സിലാക്കിയാൽ മതി. പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.